തോന്നും. അതോ ഇതൊക്കെ ഞങ്ങളെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി നോക്കുന്നതാണോ? ആകാശ് ഒരു ഫ്രോഡാ. നമ്മുടെ കമ്പനിയെയും കുടുംബത്തെയും മുടിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ അനന്തരവൻ. സഞ്ജനയെ പ്രണയിച്ചത് അവളെ കുരുതി കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം എന്തുണ്ടാക്കാനാ നീ അവന്റെ അടുത്തേക്ക് പോയത്? വേറെ എന്തായിരിക്കും കാര്യം? എന്റെ മകളെ നരകത്തിലേക്ക് തള്ളിവിടാനുള്ള വഴി കണ്ടെത്താൻ പോയതായിരിക്കും അവള്. എന്ത് വർത്താനം ചെറുമ ഈ പറയുന്ന? സഞ്ജന നരകിക്കണമെന്ന് ഞാൻ കരുതുന്നു ചെറുമയ്ക്ക് തോന്നുന്നുണ്ടോ? ഓൾറെഡി അവളുടെ പകുതി ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലോ. ആരാ എന്താന്ന് പോലും അറിയാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് സഞ്ജനയുടെ പെടലിക്ക് വെച്ച് കൊടുക്കാൻ നോക്കിയവളല്ലേ നീ? അപ്പത്തന്നെ എനിക്ക് കാര്യം പിടികിട്ടിയതാ. എന്നിട്ടിപ്പോ അവൻ ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് പോലും ഏത് വകുപ്പിലെ നീ പിന്നെ അവനെ കാണാൻ പോയത്? നീ എന്താണെന്നാ ഞങ്ങൾ കരുതേണ്ടത്? എന്താ മേഘന നീ ഒന്നും പറയാതെ നിൽക്കുന്നേ? നീ ഇപ്പൊ എന്തിനാ ആകാശനെ കാണാൻ പോയത്? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് കേട്ടിട്ടില്ലേ? അതായിരിക്കും ഇവളുടെ രീതി. നമ്മളെ ദ്രോഹിക്ക് നടക്കുന്നവരെ ഇവള് കണ്ടെങ്കിൽ ഒന്നുറപ്പാ അവരോടൊപ്പം നിന്നുകൊണ്ട് ഇവള് ഇത്രയും കാലം നമ്മളെ ചതിക്കായിരുന്നു. നിർത്തു പ്രിയമതേ. പാവം മേഘന മോളെ, എല്ലാവരും എന്തിനു വേണ്ടി എങ്ങനെ നിർത്തിപ്പൊരിക്കുന്നേ? അവൾ എന്തോ മെഡിസിൻ വാങ്ങാൻ പോയിട്ട് വരുക. അത് അവളുടെ കയ്യിലിരിക്കുന്ന കവർ കണ്ടാ നിങ്ങൾക്ക് അറിയില്ലേ? അതല്ലേ മോളെ സത്യം? അയ്യോ അത് പിന്നെ അച്ഛാ, ഞാൻ പോയത്. മേഘനെ, നീ പറഞ്ഞില്ലെങ്കിലും ഈ അച്ഛൻ എല്ലാം മനസ്സിലാകും. നീ മെഡിസിൻ വാങ്ങാൻ പുറത്തു പോയപ്പോ ആകാശിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടപ്പോ പിന്നെ ഒഴിവാക്കി വിടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ പേരിൽ എന്തൊക്കെ കഥയാ ഇവരൊക്കെ കൂടി മെനയുന്നേ? അവിചാരിതമായി കണ്ടുപറ്റിയതാണെങ്കിൽ കണ്ടില്ലെന്ന് ഭാവിച്ചു വരായിരുന്നല്ലോ. അതിനു പകരം വീണ്ടും സഞ്ജനയെ കുറിച്ച് ആകാശുമായിട്ട് എന്തിനു ചർച്ച ചെയ്യണം? വീണ്ടും ഒരു കോംപ്രമൈസിന് വേദി ഒരുക്കുന്നത് എന്തിനാ? ശരിയാണ് മഞ്ജരി, കോംപ്രമൈസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. സഞ്ജനയെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചതും. എനിക്കറിയണായിരുന്നു ആ ആകാശ് യഥാർത്ഥത്തിൽ അമ്മാവിന് വേണ്ടി മാത്രമാണോ ഇതൊക്കെ ചെയ്തത്, അതോ ഇനി അയാളുടെ ഭീഷണിക്ക് വഴങ്ങി സ്വന്തം പ്രണയം വേണ്ടെന്ന് വെച്ചതാണോ എന്ന് എനിക്കറിയണായിരുന്നു. ഇതിൽ ആകാശിന്റേതായ തെറ്റൊന്നും ഇല്ലെങ്കിൽ, അവന്റെ പ്രണയം സത്യമാണെങ്കിൽ സഞ്ജനയുടെ കാര്യത്തിൽ പോസിറ്റീവായൊരു തീരുമാനം എടുക്കാന്ന് കരുതി. കാര്യങ്ങളുടെ കിടപ്പെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവനോട് സംസാരിച്ച. പക്ഷെ ആകാശ് അവന്റെ അമ്മാവിന്റെ സൈഡാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. എല്ലാം ഇവിടം വരെ ആയ സ്ഥിതിക്ക് സഞ്ജനയുടെ വിഷമത്തിനൊരു പരിഹാരം കിട്ടുമോന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ അവനെ കണ്ടത്? അതിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു. വാട്ടെവർ മേഘനെ, ഇനി അവരെ ആരെയും മുമ്പിൽ കണ്ടാ പോലും സംസാരിക്കാൻ നിൽക്കണ്ട. അവരെ കൊണ്ട് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകാൻ പോകുന്നില്ല. മേലിൽ അവരെ പോലുള്ളവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെന്ന് കാണാനോ അവരെ കൺവിൻസ് ചെയ്യാനോ ശ്രമിക്കരുത്. ആകാശം നമ്മുടെ ശത്രുവാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മേഘന മോളെ, നീ ഇപ്പൊ ഒറ്റത്തടിയല്ല. ഈ സമയത്ത് എന്തിനാ മോളെ വെറുതെ പ്രശ്നങ്ങള്? ഇത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും.
നീ ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഏട്ടത്തിക്കറിയോ, ഞാനിപ്പോ പ്രഗ്നന്റ്. നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുത്താ ഈ വിഷമമൊക്കെ മാറിക്കൊള്ളുന്നു എന്റെ മനസ്സ് പറയുന്നേ. നീ ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. ആ സഞ്ജനയെ പ്രേമിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നുണ്ടോ? സഞ്ജനയ്ക്ക് താലി കെട്ടാനല്ല ഞാൻ ഒരുങ്ങിയത്, ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ളൊരു തൂക്കുകയറ. എന്റെ അമ്മാവനെ നിങ്ങളെല്ലാരും കൂടെ ദ്രോഹിച്ചതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. മേഘനേട്ടത്തി, ആകാശിനോട് സംസാരിച്ചായിരുന്നോ? എന്തു പറഞ്ഞു അവൻ? ഏട്ടത്തി എന്തിനു വേണ്ടി അവനെ കണ്ട് സംസാരിക്കാൻ പോയത്? അവന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോയതാ. അവൻ നിന്നെ സ്നേഹിച്ചോ എന്നുള്ളത് യാഥാർത്ഥ്യമാണോ അതോ മുഴുവൻ വെറും അഭിനയാണോന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണമായിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു അവൻ? ഇപ്പോഴും അവൻ എന്നോട് ദേഷ്യത്തിൽ തന്നെയാണോ? നമ്മുടെ കുടുംബത്തോടുള്ള പ്രതികാരം ഇപ്പോഴും അവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഏട്ടത്തി? അതെ സഞ്ജന, ആകാശം നിനക്ക് ചേരുന്നവനല്ല. നിന്നെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവൻ അടുത്തുകൂടിയത്. നമ്മുടെ കുടുംബത്തോടുള്ള പക പോക്കാനായി നിന്നോട് അവൻ പ്രണയം അഭിനയിക്കായിരുന്നു. ഈ വാക്ക് കേൾക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയം പിഴിഞ്ഞെടുക്കുന്ന പോലെ വേദനിക്കുന്ന ഏട്ടത്തി. ഞാൻ എങ്ങനെയാ അത്രയും അന്ധമായി അവനെ വിശ്വസിച്ചു പോയത്? അതെനിക്ക് എപ്പോഴും പിടികിട്ടുന്നില്ല. നമ്മുടെ പ്രണയം നമ്മളെ ചതിക്കുകയാണെന്ന് അറിയുമ്പോ എത്ര വലിയ വേദന ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് മറക്കല്ലാതെ വേറെ മാർഗമല്ല മോളെ. സഞ്ജന, 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 സഞ്ജനെ, നിനക്ക് എന്തു പറ്റി? എന്താ നിനക്ക് പതിവില്ലാത്തൊരു ഛർദില്? വയറിന് സുഖമില്ല മോളെ? കുഴപ്പമൊന്നുമില്ല മോം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? കഴിച്ചത് മുഴുവനും പുറത്തു വന്നല്ലോ. നീ വന്നേ, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഡോക്ടറെ കാണാൻ പോയാ സഞ്ജന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയും. എന്താണ് നീ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നടക്ക്. ചെറുമേ, സഞ്ജനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുമ വെറുതെ പേടിക്കണ്ട. നിന്നോട് ആരും ഇവിടെ അഭിപ്രായം ചോദിച്ചില്ല. അവൾ എന്റെ മോളാ. അവക്കെന്തോ വയ്യായികയുണ്ടെന്ന് കാണുമ്പോ തന്നെ അറിയാലോ. അവക്ക് വയ്യായികയൊന്നും ഇല്ല എന്നുള്ളതിന് നീ ആരാ അതിന് സർട്ടിഫിക്കറ്റ് തരാൻ? ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇന്ന് സഞ്ജനെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സഞ്ജനെ, നീ വന്നേ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അതൊന്നും വേണ്ട ചെറുമേ. സഞ്ജനയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കഷായം ഉണ്ടാക്കി കൊടുത്താ ശരിയായിക്കോളും. ഞാൻ നോക്കിക്കോളാം ചെറുമേ. നിന്റെ ഒന്നിനും കൊള്ളാത്ത വീട്ടു വൈദ്യം ഞങ്ങൾക്കാർക്കും വേണ്ട. സഞ്ജനെ, നീ വന്നേ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. മോം, മേഘനേട്ടത്തി പറഞ്ഞ പോലെ നമുക്കാദ്യം ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ അപ്പൊ ഡോക്ടറെ അടുത്തേക്ക് പോയാ പോരെ മോം? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സഞ്ജനെ? മോം പ്ലീസ്, ഈ ഡോക്ടർ ഇഞ്ചക്ഷൻ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. പറഞ്ഞ അനുസരണയില്ലല്ലോ. എന്തെങ്കിലും ചെയ്തു തുറയ്ക്ക്. ഏട്ടത്തിയമ്മേ വന്നേ. ആന്റി, മേഘനയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നില്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? അവൾ ആകെ വെപ്രാളത്തിലാണല്ലോ. എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ.
ആകാശിനെ കണ്ട കാര്യത്തിൽ നമ്മൾ വഴക്ക് പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടാതെ അവള് കേട്ടു നിന്നു. അവൾ എന്നോട് കയർത്തൊരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. അത് തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? അവൾ എന്താ ഒളിപ്പിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ആന്റി വാ. മേഘനെ, നാളെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ എന്തിനാ? മിഥുനേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞു? നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി ചെക്ക് ചെയ്യാന്നുള്ളത് സാധാരണയല്ല. അതൊക്കെ ശരിയേട്ടാ. പക്ഷെ ഇപ്പോ ഒരു വാക്ക് പോലും പറയാണ്ട് പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചാ ഇനി അങ്ങോട്ട് നിനക്ക് റെഗുലർ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് വേണ്ടതല്ലേ? എന്നാലല്ലേ കുഞ്ഞ് ഹെൽത്തി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റൂ. നോക്കാതിരുന്ന ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റില്ല. നീ ഇത് കണ്ടോടാ ജയദേവ? നമ്മുടെ അനന്തരാവകാശിയുടെ കാര്യത്തിൽ മിഥുൻ എന്തൊക്കെ കരുതലുകളാ എടുക്കുന്നേ. ഇപ്പൊ ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനായി അവൻ. പിന്നല്ലാണ്ട് അവനല്ലേ അമ്മ ഇതൊക്കെ നോക്കേണ്ടത്. അവന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തായാലും അവന് ശ്രദ്ധയുണ്ടാവില്ലേ? നാളെ ഈ കുടുംബത്തിന്റെയും അവന്റെയും ഭാവി ഈ കുഞ്ഞിലൂടെയല്ലേ? ആ കുഞ്ഞിനു വേണ്ടി ഇത്രയെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് ഒരച്ഛൻ എന്ന നിലയ്ക്ക് അവന്റെ കടമയല്ലേ അമ്മേ? അത് സമ്മതിച്ചേ പറ്റൂ. ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചതാ. ഇപ്പോഴാ എനിക്ക് തൃപ്തിയായേ. ഇനി അവസാനം വരെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകണം. എന്നാ ശരി മേഘനെ, നാളെ മോർണിംഗ് തന്നെ റെഡി ആവണേ. നമുക്ക് ഒന്നിച്ചു പോവാം. അവസരം കിട്ടുമ്പോ അത് പ്രയോജനപ്പെടുത്താൻ അറിയണം. ഇപ്പൊ നന്ദൻ കുടുംബത്തിന്റെ തലവര നമ്മുടെ കയ്യിലിരിക്കേണ്ടതാ. അതാ നീ കളഞ്ഞിട്ട് വന്നേക്കുന്നേ. ഇതൊന്നും ഇത്രയും കാലമായിട്ട് നീ ഒന്നും പഠിച്ചില്ലായിരുന്നു ആകാശ്. അതല്ല അമ്മാവ, ഞാൻ കരുതിയത്. മിണ്ടരുത്. ഒരിക്കൽ കൂടി ദൈവം നിന്റെ മുന്നിലേക്ക് എറിഞ്ഞു തന്ന മഹത്തായ വരമാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവള് നിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോ ആ കിട്ടിയ അവസരം മുതലാക്കാതെ വിഡ്ഢിത്തം കാണിച്ചിട്ട് വന്നിരിക്കുന്നു. ബുദ്ധിയില്ലാത്തവനെ കൊണ്ട് ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞ മതി. അങ്ങനെയൊന്നും അല്ല അമ്മാവ, ഇത്രയൊന്നും ഞാൻ കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സഞ്ജനയോട് നിനക്കുള്ള പ്രേമം സത്യമാണെന്ന് ഉറപ്പിച്ചങ്ങ് പറയാനുള്ളതിന് പോട്ടെ. കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത് എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാം. ഇനി അങ്ങോട്ടുള്ള നിന്റെ ഓരോ ചുവടും സഞ്ജനയെ വീണ്ടും നിന്നിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലായിരിക്കണം. മിഥുൻ, നിന്നോടും നിന്റെ കുടുംബത്തോടുമുള്ള എന്റെ പക അടങ്ങുന്നത് വരെ എനിക്കിനി ഊണുമില്ല ഉറക്കവുമില്ല. എനിക്കിനി മറ്റൊരു ചിന്തയില്ല. ഇപ്പൊ മിഥുനേട്ടന്റെ കൂടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന ഞാൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയും. ഞാൻ കള്ളം പറഞ്ഞു എന്നറിയുമ്പോ വീട്ടിലൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയൊന്ന് പുറത്തു കിടക്കുക? തൽക്കാലം സത്യം പുറത്ത് ആരും അറിയരുത്. ഒരു വഴി കാണിച്ചു തരണേ ഈശ്വര. നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി. ഹലോ. അയ്യോ അതെ ചാരു, ഞാൻ പറഞ്ഞത് സത്യം മോളെ. ഇന്ന് ഞാനും മിഥുനേട്ടനും കൂടി വെറുതെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോവാ. മമ്മി, ഐ വിൽ കോൾ യു ബാക്ക്. ആദ്യം വല്ല സിനിമയും കാണാൻ പോവും. അത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. എന്നിട്ട് ഈവനിങ്ങിൽ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങൾ വരുള്ളൂ. സത്യ ചാരു, നീ എന്നെ ഒന്ന് വിശ്വസിക്ക.
ഇപ്പോഴും മിഥുനേട്ടൻ എന്നോട് കുറേശ്ശായിട്ട് അടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് മുഴുവൻ എന്റെ കൂടെ തന്നെ ചെലവഴിക്കുന്നത്. എനിക്കിപ്പോ എന്തുമാത്രം സന്തോഷമായി എന്നറിയോ? ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളായിരുന്നു ചാരു. എന്ന് ശരി ചാരു, സമയമല്ല, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ ഇത്രയും വെള്ളം കുടിച്ചാൽ എങ്ങനെയാ? മിഥുനേട്ടൻ എനിക്ക് ബിരിയാണി വാങ്ങിച്ചേരാന്ന് പറഞ്ഞതാ. പിന്നെ ഐസ്ക്രീം കഴിക്കണം, എന്നിട്ട് വേണം സിനിമയ്ക്ക് പോവാൻ. മഞ്ജരി, എന്തുപറ്റി? ആതിരെ നിനക്ക് ഓൺലൈനിൽ എന്തോ ഓർഡർ ചെയ്തു എന്ന് കേട്ടു. എവിടെ? എന്താ മഞ്ജരി, കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ വടി വിഴുങ്ങിയിരിക്കുന്നെ. നിന്റെ ഓരോ നേരത്തെ സ്വഭാവം ഉണ്ടല്ലോ. ശരിയാണ് ആന്റി, സത്യ പറഞ്ഞത്. കേൾക്കാൻ പാടില്ലാത്തതൊക്കെ തന്നെ ഇപ്പൊ കേട്ടത്. അപ്പൊ തൊട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാ. അതിന് മാത്രം എന്താ ഉണ്ടായത്? ഇന്ന് ആ മേഘനയെ കൂട്ടിക്കൊണ്ട് മിഥുൻ പുറത്ത് കറങ്ങാൻ പോവാത്രേ. സിനിമയും ഷോപ്പിംഗും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊരു വീരവാദമായിരുന്നു മേഘന. എന്ത്? മിഥുൻ മേഘനയും കൂട്ടി ഇങ്ങനൊരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തുന്നോ? സത്യാണ് ആന്റി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? മേഘനയുടെ വയറ്റിൽ ഒരു പുഴു കടന്നുകൂടിയപ്പോ തൊട്ട് മിഥുന്റെ കാലിൽ നിലത്തൊന്നും അല്ലെന്ന് എനിക്കും തോന്നിയതാ. കുഞ്ഞിനെ കാണാനുള്ള കൊതിക്ക് അതിനെ ഗർഭത്തിൽ ചുമക്കുന്ന മേഘനയോടും അവന് ഇപ്പൊ ഒടുക്കത്തെ സ്നേഹ. ഇത് മുളയിലെ നുള്ളിക്കളയാൻ നമുക്ക് പറ്റിയില്ലെങ്കി പടർന്ന് പന്തലിക്കും ആന്റി. മേഘനെ, മേഘനെ, ആ മിഥുനേട്ടാ, പോയാലോ? അവിടെ നിൽക്കും മിഥുൻ. എന്താ മഞ്ജരി? എവിടെ പോവാ നിങ്ങള്? അത് പിന്നെ ഞാനും മേഘനയും കൂടെ. എനിക്കറിയാം, രണ്ടുപേരും കൂടി കറങ്ങാൻ പോവാന്ന് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഭാരത് ടൗൺഷിപ്പിന്റെ പ്രൊജക്ടിന്റെ കാര്യത്തിന് ക്ലയൻസിനെ കാണാൻ പോകാനുള്ളതാ. അതെന്താ മറന്നുപോയതാ? അത് വൈകുന്നേരല്ലേ? അവര് വിളിച്ച് മോർണിംഗിലേക്ക് അത് പ്രീപോൺ ചെയ്തു. ഇതെപ്പോഴാ പറഞ്ഞേ? കുറച്ചു മുമ്പ് അവര് ഓഫീസിൽ നിന്ന് വിളിച്ച് നിന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഡേറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാൻ മഞ്ജരി? ഇതൊക്കെ മിഥുൻ എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടാൻ നമ്മൾ എത്രമാത്രം പാടുപെട്ടതാ. അപ്പൊ ഏതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കും. അതറിയാമായിരുന്നെങ്കിൽ പിന്നെന്തിനാ നിന്ന് പരുങ്ങുന്നേ? ഓഫീസിലേക്ക് പോവാൻ വാ. മിഥുൻ, നിനക്കറിയാവുന്നതാണല്ലോ അരുണിമേശിയുടെ സ്വപ്നമായിരുന്നു ഈ പ്രോജക്റ്റ്. അപ്പൊ നമ്മൾ ഇത് ആത്മസമർപ്പണത്തോട് ചെയ്യണ്ടേ? അതിന്റെ തുടക്ക സമയത്ത് തന്നെ നീ ഇങ്ങനെ അനാസ്ഥ കാണിച്ചാൽ എങ്ങനെയാ? കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടവരാ. മിഥുനേട്ടാ, ഇപ്പൊ പ്രധാനം ആ പ്രൊജക്ടിന്റെ കാര്യം. അപ്പൊ നീ എന്ത് ചെയ്യും? എന്റെ കാര്യം വിഷയാക്കണ്ട. മിഥുനേട്ടൻ ആ പ്രൊജക്ടിന്റെ കാര്യം നോക്ക്. ശരി മഞ്ജരി, നീ ചെന്ന് കാറിലിരിക്കെ, ഞാനിപ്പോ തന്നെ വരാം. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ എടുക്കുകയും ചെയ്തു. മിഥുനേട്ടനെ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ചാരുവിനെ വിളിച്ചോണ്ട് പോയി കണ്ടിട്ട് വന്നോളാം. ഏതായാലും അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞല്ലേ, ഇനി അത് വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ ചാരുവിനെയും കൂട്ടി പോയിട്ട് വന്നോളാം. ഏട്ട സമാധാനമായിട്ട് പോയിട്ട് ക്ലയൻസിനെയും കണ്ടു വന്നോളാം. ഓക്കേ മേഘനെ, സൂക്ഷിച്ചു പോണം. എന്റെ ഭഗവാനെ, ആ കടമ്പ കടന്നു കിട്ടി. മോളെ ചാരു. ചേച്ചി, സമയം വൈകിന്നറിഞ്ഞിട്ടും ചേച്ചി എന്താ ഇത്രയും സാവകാശത്തില്? സമയം വൈകിന്നോ? എന്തിന്? ഹോസ്പിറ്റലിൽ പോവാൻ അപ്പോയിന്റ്മെന്റ് ഉള്ളതല്ലേ. മിഥുനേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ചേച്ചിയെ സൂക്ഷിച്ചു കൂട്ടിക്കൊണ്ട് പോയിട്ട് വരണമെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി വാ പോവാം. അതൊന്നും ആവശ്യമില്ല ചാരു.
ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി? ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? എന്നാലല്ലേ കുഞ്ഞിന്റെ ആരോഗ്യം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ചേച്ചി, ചേച്ചിയുടെ കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ എനിക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. ചേച്ചി വന്ന് നമുക്ക് പോയിട്ട് വരാം. വാ. അതല്ല ചാരു, ഞാൻ പറയുന്നത് കേക്ക്. ഓ ചേച്ചി, ചേച്ചി എന്തിനെങ്ങനെ മടിക്കുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ. ചേച്ചി, ആ ബോളിങ് തരുമോ ചേച്ചി? ഡാ, നിന്റെയൊക്കെ കണ്ണെവിടെയാടാ? ഇങ്ങനെയുള്ള കളികളൊക്കെ ഗ്രൗണ്ടിൽ പോയി കളിക്കണം. മനുഷ്യർ നടക്കുന്നിടത്താണോ കളിക്കുന്നത്? അതിനൊന്നും പറ്റിയില്ലല്ലോ ചേച്ചി, പിന്നെന്തിനാ വഴക്ക് പറയുന്നേ? വയ്യാതിരിക്കുന്ന ചേച്ചിയുടെ വയറ്റിൽ ബോള് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ചാരു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ പോയി കളിച്ചോളൂ. താങ്ക്സ് ചേച്ചി. ചേച്ചി, എന്തൊക്കെ ചേച്ചി കാണിക്കുന്നത്? ആ ബോൾ എങ്ങനെ വയറ്റിനിട്ട് ശരിക്കും കൊണ്ടിരുന്നെങ്കിൽ അത് പോരായിരുന്നു ചേച്ചി. ചേച്ചിയുടെ വയറ്റില് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുവാവയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ. ബോള് കൊണ്ടിട്ട് ചേച്ചിക്ക് ചെറിയൊരു വേദന പോലും ഇല്ലെന്നാണോ? അതിന് എന്റെ വയറ്റില് കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ ചാരു? ഇല്ലാത്ത കുഞ്ഞിന് എന്തേലും പറ്റുമെന്ന് ഞാനെന്തിനെ പേടിക്കണം? ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? അതെന്ന് ചേച്ചി കുഞ്ഞില്ലെന്ന് പറഞ്ഞേ? അതാണ് സത്യം. അന്ന് കോടതിയിൽ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഇല്ലാത്ത കുഞ്ഞുള്ളതായിട്ട് ഞാൻ വരുത്തി തീർക്കായിരുന്നു. അതിനെന്തിനാ ഇത്രയും വലിയൊരു ഭാരം ചേച്ചി എടുത്ത് തലയിലോട്ട് വെച്ചത്? സാഹചര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്ന സമയത്ത് ആ അവസ്ഥയൊന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടി ആശുപതാസ്ത്രം വരെ പ്രയോഗിക്കേണ്ടി വന്നേക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക മാത്രമാണ് ലക്ഷ്യം. ഇപ്പൊ ഞാനും എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു അസ്ത്രം ഇവിടെ പ്രയോഗിച്ചത്. അപ്പോ ചേച്ചി എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്റെയും മിഥുനേട്ടന്റെയും വിവാഹമോചനം നടന്ന പിന്നെ രണ്ടാളും അവരവരുടെ വഴിക്ക് പോവേണ്ടി വരും. ഒന്നിച്ച് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതോടുകൂടി മിഥുനേട്ടനെ വേട്ടയാടാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് അറിയാനോ അതിന് തക്ക സുരക്ഷ നൽകാനോ പിന്നീട് എനിക്ക് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാ എന്റെ വയറ്റിൽ മിഥുനേട്ടന്റെ കുഞ്ഞു രൂപം കൊണ്ടുവന്നൊരു കള്ളം ഞാൻ പറഞ്ഞത്. നിവൃത്തിയില്ലഞ്ഞിട്ടാ. ഏത് വിധേനയും മിഥുനേട്ടനെ രക്ഷിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോയെന്നിരിക്കും. മിഥുനേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ചേച്ചി ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശരിയായിരിക്കാം. എന്നാലും നാളെ ഇതൊക്കെ കള്ളമാണെന്ന് വീട്ടുകാരറിഞ്ഞ അതോടുകൂടി എല്ലാവരും ചേച്ചി ഒരു കള്ളിയാണെന്ന് മുദ്ര കുത്തിവിടും. പിന്നീട് ആരും ചേച്ചി ഒരിക്കലും വിശ്വസിച്ചു എന്ന് വരില്ല. ചേച്ചി എന്താ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതിരുന്നത്? ചിന്തിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കാൻ അന്ന് എനിക്ക് അത്രയൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ കിട്ടിയൊരാശയം അത് ഞാൻ അവിടെ ബ്രഹ്മാസ്ത്രം പോലെ പ്രയോഗിച്ചു. അത്രയുള്ളൂ. ഈ കുഞ്ഞ് അന്ന് എനിക്കൊരായുധം മാത്രമായിരുന്നു. എനിക്കൊന്നും അറിയില്ല. ഇതുവരെ ഞാൻ ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഇനിയിപ്പോ ഇത് ചേച്ചി എവിടെ കൊണ്ട് എത്തിക്കുന്ന ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. എല്ലാത്തിനൊരു അവസാനം ദൈവം കരുതിയിട്ടുണ്ടാവും. നീ ടെൻഷൻ അടിക്കാതിരിക്ക. അച്ഛമ്മേ, മേഘന എന്തേ? ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ട്. റൂമിൽ റെസ്റ്റ് എടുക്കും അമ്മനെ അവള്. മേഘനെ, അച്ഛമ്മയോട് ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? മിഥുനേട്ട, ഡോക്ടർ പറഞ്ഞത് എന്താണെങ്കിലും അത് വേഗം പറ. എന്തിനാ നീ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നേ? പരിങ്ങളൊന്നുമില്ലല്ലോ. എല്ലാം നോർമൽ ആണെന്നാ എന്നോട് പറഞ്ഞത്. കുഞ്ഞിന്റെ ഹെൽത്തിനും കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് മിഥുനേട്ടാ. തൽക്കാലം പേടിക്കാനൊന്നുമില്ലെന്നും പറഞ്ഞു. ഓ നൈസ്. ഇനി അങ്ങോട്ട് എല്ലാ മാസവും ഇതുപോലൊരു ചെക്കപ്പിന് പോകണമെന്നുള്ള കാര്യം മറന്നു പോവല്ലേ.